നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പോൾ കേരളത്തിൽ നിന്ന് നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാർത്തയാണ് ആത്മഹത്യ. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഷൈനിയുടെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെയും മരണം. അത് വല്ലാത്തൊരു വേദനയായിരുന്നു. അതെല്ലാവർക്കും അങ്ങനെയാണ്. ആ വാർത്ത കേട്ട എല്ലാ ആൾക്കാർക്കും അവരുടെ ഹൃദയത്തിൽ ഭയങ്കര ഒരു വേദനയുണ്ടായി. എല്ലാ സ്ത്രീകളും ഒരുപക്ഷെ ചിന്തിച്ച് കാണും, ആ കുഞ്ഞുങ്ങളെ കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഷൈനിയെയും കുഞ്ഞുങ്ങളെയും ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, ചിലപ്പോൾ ആ സംസാരം അവരുടെ ആ ഒരു തീരുമാനത്തെ മാറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ സത്യം പറഞ്ഞ് ചിന്തിച്ചു കേട്ടോ. അതുപോലെ എല്ലാവരും ചിന്തിച്ച് കാണുമെന്ന് എനിക്കറിയാം. അതുപോലെ ഇന്നലെ ഒരു വാർത്ത കേട്ടു, ഒരു IB ഉദ്യോഗസ്ഥ, ഒരു കൊച്ചുകുട്ടി, അവൾ ഇതുപോലെ റെയിൽവേ ട്രാക്കിൽ സൂയിസൈഡ് ചെയ്തെന്ന്. എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് സ്ത്രീകളോട്, നമ്മൾ ജീവിതത്തിൽ തോൽക്കേണ്ടവരല്ല, നമ്മൾ പോരാളികളാണ്. ഓരോ അമ്മമാരും പോരാളികളാണ്. നമ്മളെപ്പോഴും നമ്മൾ ജീവിതത്തിൽ തളർന്നു പോകുമ്പോൾ നമ്മുടെ അമ്മമാരെ ഓർക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും കടന്നു വന്ന വഴികൾ ഓർക്കുക. ഈ ഭൂമിയിൽ ജീവിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. സത്യത്തിൽ ഹിന്ദു പുരാണം അനുസരിച്ച് ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് മനുഷ്യരായി നമ്മൾ ഈ ഭൂമിയിൽ പിറക്കാൻ പറ്റുന്നത്. കാരണം അത്രയ്ക്ക് സൗന്ദര്യമുള്ളതാണ് ഈ ഭൂമി, അല്ലേ? ജീവിതം സത്യത്തിൽ എന്താണ്, ഏറ്റവും മനോഹാരിതയാണ്. പണം കൂടുതലുണ്ടെങ്കിൽ ജീവിതം സുന്ദരമാകണമെന്നില്ല. പണം ഒരു മാനദണ്ഡമേ അല്ല. ജീവിതം സുന്ദരമാക്കാനുള്ള ഒരു മാനദണ്ഡം പണമല്ല. പണം വേണം, പക്ഷേ പണമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. പണമല്ല ജീവിതം സുന്ദരമാകാനുള്ള അടിസ്ഥാനം. എന്താണ് പിന്നെ? നമ്മൾ നമ്മളെ മനസ്സിലാക്കി തോറ്റു കൊടുക്കാനൊരു മനസ്സുണ്ടാകരുത് ജീവിതത്തിന് മുമ്പിൽ. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും തോറ്റു കൊടുക്കാതെ പരാജയങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്ത് ഓരോ പരാജയങ്ങളിൽ നിന്നും നമ്മൾ എക്സ്പീരിയൻസ് നേടണം. എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു? എന്താണ്? ആരുണ്ട് ഈ ജീവിതത്തിൽ പരാജയപ്പെടാത്തവർ? എല്ലാവരും ഒരു മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ പരാജയം അനുഭവിച്ചിട്ടുള്ളവർ തന്നെയാണ്. അല്ലാതെ നമ്മൾ എല്ലാ മേഖലയിലും ഒരു വ്യക്തി ഞാൻ 100% എല്ലാ മേഖലകളിലും സക്സസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ആരുമില്ല. എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കും. പക്ഷേ ആ പരാജയം സംഭവിക്കുമ്പോൾ അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി കണ്ട് എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു, നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ ഒരു പ്രാവശ്യം ആർക്കും പരാജയം സംഭവിക്കാം. ആ പരാജയത്തിൽ നിന്ന് അത് ഉൾക്കൊണ്ട് ആ പരാജയത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എങ്കിലേ നമുക്ക് വിജയത്തിനൊരു ഒരു സ്വീറ്റ്നെസ് ഉള്ളൂ. പരാജയപ്പെട്ടാലേ നമുക്കൊരു വിജയം വരുമ്പോൾ എന്താണ് ആ വിജയത്തിൻ്റെ മാഹാത്മ്യം, അല്ലെങ്കിൽ എത്രമാത്രം സന്തോഷം നമുക്ക് തരുന്നുണ്ട് ആ വിജയത്തിനെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പരാജയപ്പെടണം. അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ പരാജയപ്പെടാൻ പഠിപ്പിക്കണം. എല്ലാത്തിലും എനിക്ക് നമ്പർ വൺ എന്നുള്ള ആ ഒരു മത്സരം ഒഴിവാക്കി കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. പരാജയപ്പെടണം. എനിക്ക് ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വിഷമം തോന്നി. കാര്യം ആ അമ്മയുടെ ആ ഒരു നിലവിളി ശബ്ദം, അച്ഛൻ്റെ കരച്ചിൽ, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമമാണ്. കാരണം നമ്മളൊരു മാതാവാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര വിഷമം നമുക്കുണ്ടാകും. അപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പരാജയം എന്താണെന്നറിഞ്ഞ് പരാജയം വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിച്ച് പരാജയത്തിനോടൊരു ടോളറൻസ്, അതിൽ ഭയന്നോടുകയല്ല. പരാജയം വരും, ശരി പരാജയപ്പെട്ടു, നെക്സ്റ്റ് ടൈം ഞാൻ നോക്കും. അതായത് റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ കഥ പണ്ടെവിടെയോ ഞാൻ സ്കൂളിൽ പഠിച്ചതാണ്. ഇപ്പോഴും പക്ഷെ ഓർക്കുന്നു. എപ്പോഴും എനിക്കൊരു പരാജയം വരുമ്പോൾ ആ കഥ എപ്പോഴും എൻ്റെ മനസ്സിനോട് ഞാൻ പറയും. അതെന്താണെന്ന് വെച്ചാൽ, റോബർട്ട് ബ്രൂസ് എന്ന് പറഞ്ഞൊരു രാജാവ്, അദ്ദേഹം ശത്രുക്കളുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹം ശത്രുക്കളെ ഭയന്ന് ഓടി വന്ന് ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് രാജ്യം നഷ്ടപ്പെട്ടു, പടയാളികളെ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ട് വളരെ വിഷമത്തോടു കൂടി അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഗുഹയിൽ ഇരുന്നിങ്ങനെ നോക്കിയപ്പോൾ ഒരു ചിലന്തി ഭിത്തിയിലൂടെ ഇഴഞ്ഞിഴഞ്ഞ് വന്ന് ഒരു ചിലന്തി വല കെട്ടാനായിട്ട് അത് ശ്രമിക്കുകയാണ്. ആദ്യത്തെ പ്രാവശ്യം ആ ചിലന്തി ഒരു 1/4 ഭാഗം കയറി, പക്ഷേ താഴെ വീണു. രണ്ടാമത്തെ പ്രാവശ്യം അത് കുറച്ചും കൂടെ കയറി താഴെ വീണു. മൂന്നാമത്തെ പ്രാവശ്യം അത് പകുതി ഭാഗം കയറി, പിന്നെ അത് 3/4 ഭാഗമായി. അങ്ങനെ അത് കയറി അത് പിന്നെയും താഴെ വീഴും, കയറും, പിന്നെയും താഴെ വീഴും. അങ്ങനെ 10ാമത്തെ പ്രാവശ്യം ആ ചിലന്തി മുകളിൽ കയറുകയും അതിന് ചിലന്തി വല കെട്ടാൻ പറ്റുകയും ചെയ്തു. അപ്പോൾ ഈ രാജാവ് വിചാരിച്ചു, എൻ്റെ മുമ്പിൽ ഒരുപാട് സാധ്യതകൾ ഇപ്പോഴുണ്ട്. ഞാൻ 3 പ്രാവശ്യമേ പരാജയപ്പെട്ടുള്ളൂ.
എൻ്റെ മുമ്പിൽ ഇനിയും ഈ ചിലന്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ചിലന്തി 10ാമത്തെ പ്രാവശ്യമാണ് അതിന് വല കെട്ടാൻ പറ്റിയത്. അപ്പോൾ എനിക്ക് ഇനിയും 7 സാധ്യതകൾ എൻ്റെ മുമ്പിലുണ്ട്. പിന്നെ ഞാൻ എന്തിന് വിഷമിക്കണം? അദ്ദേഹം കോൺഫിഡൻസ് വീണ്ടെടുക്കുകയും വീണ്ടും സൈന്യത്തെ സ്വരൂപൂട്ടി യുദ്ധം ചെയ്ത് വിജയിച്ച് രാജ്യം തിരിച്ചു പിടിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് ഈ മോറലിൽ പറയുന്നത്? സത്യത്തിൽ നമ്മുടെ മുമ്പിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്താണ് നമുക്ക് പരാജയം പറ്റിയത് നമ്മൾ വിശകലനം ചെയ്യുകയും നമ്മൾ അതിലേക്ക് നമ്മൾ പോകാതിരിക്കുകയും ചെയ്യണം. ഇന്നത്തെ കൊച്ചു കുട്ടികളോട് ഞാൻ പറയുകയാണ്, ജീവിതം വളരെ സാധ്യതയുള്ള വളരെ ബ്യൂട്ടിഫുള്ളായ ഒന്നാണ്. ഒരു പ്രണയ നൈരാശ്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ചെറിയ വഴക്കിൻ്റെ പേരിൽ തീർത്ത് കളയാനുള്ളതല്ല അത് എന്തു തന്നെ വന്നാലും അതിനെ എല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ പഠിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഇൻടോളറൻസ് ആണ് അവർക്ക് എല്ലാത്തിനോടും. അവർക്ക് നോ കേൾക്കാൻ പറ്റില്ല, അവർക്ക് പരാജയങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അങ്ങനെ ആവരുത്. നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് നമുക്ക് ചുറ്റിനുമുള്ള സക്സസ്ഫുള്ളായ ആൾക്കാരെ നോക്കുക. അവരെല്ലാവരും ജന്മനാ സക്സസ്ഫുള്ളായി വന്ന ആൾക്കാരല്ല. അവരെല്ലാവരും പല ഫെയിലേഴ്സ് കണ്ട് അതിനെ ഓവർകം ചെയ്ത് അതിനെ പോസിറ്റീവായിട്ട് മാറ്റി വന്ന ആൾക്കാരാണ്. നമ്മളെപ്പോഴും തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്നു മുതൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. അതിലൊന്ന് പ്രയർ, ഒരു പ്രാർത്ഥന. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളായാലും രാവിലെ എഴുന്നേൽക്കുക, ഒരു 5 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുക. വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പും നിങ്ങളൊരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥന, ഒരു മെഡിറ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അത് ഒരുപാട് നമ്മുടെ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യാൻ പറ്റും. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്ട്രെസ് റിലീഫാണ്. ഒരു 5 മിനിറ്റ് നമ്മുടെ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യാനായിട്ടാണ് ശരിക്കും പ്രാർത്ഥന നമ്മളെ വളരെയധികം അത് നമ്മൾ ഉപകരിക്കും. രണ്ടാമത്, നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുക. എല്ലാം തുറന്നു പറയാൻ ഒരാൾ, ഒന്നീ നിങ്ങളുടെ അമ്മ അല്ലെ നിങ്ങളുടെ നല്ല സുഹൃത്ത് അതിന് വളരെ പ്രാധാന്യമുണ്ട്. നല്ല സുഹൃത്തുക്കൾ, അതല്ലെങ്കിൽ ആരുമാകാം, നിങ്ങളുടെ കസിൻസ്. നമുക്കൊരു നല്ല റിലേഷൻഷിപ്പ്, ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും തുറന്നു പറയും. ഭാര്യാഭർത്താക്കന്മാരുടെ തന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. ഇല്ലെങ്കിൽ അവിടെയും പ്രശ്നങ്ങളാണ്. അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ലോകത്തിൽ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ലോകം ഇത്ര സജീവമായി നിൽക്കുന്നത്. എല്ലാവരുടെയും മനസ്സ് സെയിമും എല്ലാം ഒരുപോലെ ആയിരുന്നെങ്കിൽ എങ്ങനെ നമുക്കിവിടെ ഡൈവേഴ്സിറ്റി ഉണ്ടാകും, വൈവിധ്യങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പം വ്യത്യസ്തരായ ആശയങ്ങളുള്ള മനുഷ്യർ, വ്യത്യസ്തങ്ങളായ സ്വഭാവമുള്ള മനുഷ്യർ, ഇതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്, ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരുമായിട്ട് സഹകരിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ഓരോ സിറ്റുവേഷൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു 10 വർഷം മുമ്പ് എനിക്ക് ഇത്രയും ഒരു ടോളറൻസ് ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ അനുഭവങ്ങൾ നമ്മളുടെ ഗുരുക്കന്മാരാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു ടീച്ചർ എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളിൽ നമ്മൾ തളർന്നു പോകാതെ, നമ്മളൊരു കൊച്ചുകുട്ടിയെ നോക്കൂ, ജനിച്ച് വീണ് കൊച്ചുകുട്ടി ഒരു 1-2 വയസ്സാകുമ്പോൾ നടക്കാൻ തുടങ്ങും. അവൻ ഒറ്റയടിക്ക് നടന്ന് ചോടുവല്ല ചെയ്യുന്നത്. അവൻ നടക്കും, വീഴും. ആ വീഴ്ചയിൽ നിന്ന് അവന് മനസ്സിലാകും, ഇന്നിടത്ത് വീണാൽ എൻ്റെ മുട്ട് പൊട്ടും, അതുകൊണ്ട് ഞാൻ ഇന്ന രീതിയിൽ പിടിച്ച് നടക്കണം. അപ്പോൾ അതായത് നമ്മൾ ആർക്കായാലും നമ്മൾ വീഴും. ആ വീണിടത്തുനിന്ന് നമ്മൾ എഴുന്നേറ്റ് വീണ്ടും നമ്മൾ നടക്കണം. അപ്പോഴാണ് നമുക്ക് വിജയമുണ്ടാകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരാജയത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറയരുത്. എന്തു വന്നാലും ഇമോഷണൽ കോഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ഭരിക്കാൻ അനുവദിക്കരുത്. നമ്മുടെ ഇൻ്റലിജൻസ് ആയിരിക്കണം നമ്മളെ ഭരിക്കേണ്ടത്. നമുക്ക് പല ഇമോഷൻസ് വന്നാലും ആ ഇമോഷൻസിനെ എല്ലാം നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കണം.